കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജു പൂനൂർ. ഒന്ന് നിക്കടാ, നിന്റെ ബൈക്കിൽ അവളിങ്ങനെയാടാ കയറി, ഒന്ന് പറഞ്ഞിട്ട് പോടാ എന്ന ആകാംക്ഷയോട് ചോദിച്ചുകൊണ്ട് അവന് പുറകെ തന്നെ ഓടി ചാന്ദിനിയും. അയ്യ, എന്തായിരുന്നു അവന്റെ ഒരു ഗമ! എനിക്ക് അപ്പോഴേ തോന്നി എന്തെങ്കിലും കാര്യമില്ലാണ്ട് അവളിന്റെ പുറകിൽ കയറില്ലാന്ന്. ആവേശത്തോടെയുള്ള മിഥുന്റെ സംസാരം. പാർത്തി അവനെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. കുത്തി കുത്തി ചോദിച്ച് പാർത്തിയെ കൊണ്ട് സത്യം പറയിപ്പിച്ച അവൻ തന്നെയാണ്. ചെക്കൻ്റെ ആ നോട്ടത്തിലൊന്ന് പരിങ്ങെങ്കിലും മിഥു അവനെ ചുണ്ടുകൂട്ടി പുച്ഛിച്ചു. ഗ്രൗണ്ടിൽ അവരുടെ സ്ഥിരം പ്ലേസിലിരുന്ന് സംസാരിക്കുകയാണ് പാർത്തിയും പ്രണവും മിഥുനും. പ്രണവിനോട് കാര്യങ്ങളൊക്കെ പാർത്തി പറഞ്ഞിരുന്നു. പ്രണവിനോട് മാത്രമല്ല, കഴിഞ്ഞ വരവിൽ ആകാശിനോടും സൂരജിനോടും പറഞ്ഞു. മൂന്നുപേരും അത്യാവശ്യം ഞെട്ടലോടെ തന്നെയാണ് കാര്യങ്ങളെല്ലാം കേട്ടത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണല്ലോ ഇത്. മിഥുവാണ് പാർത്തിയുടെ സ്ഥാനത്തെങ്കിലും അവർക്ക് ഇത്ര ഞെട്ടലുണ്ടാവില്ലായിരുന്നു. എന്തായാലും കാര്യയുടെ മനസ്സ് അംഗീകരിച്ചതും ചാന്ദിനിക്ക് ഇതിൽ സമ്മതമാണെന്നറിഞ്ഞതും അവരുടെ ഭാഗത്തു നിന്നും പാർത്തിക്ക് സപ്പോർട്ട് തന്നെയാണ്. മിഥുവിന്റെ അഭിപ്രായം പോലെ തന്നെ തിങ്കളിനെ പോലെ ഒരു പെൺകുട്ടിക്ക് തുണയായി ഇവനെ പോലെ ഒരുത്തൻ തന്നെ വേണം. പിന്നെ മിഥുവിന്റെ അഭിപ്രായം പോലെ പെട്ടെന്ന് നടക്കുന്ന ജാതിയിൽ അവളെന്ന് തന്നെ അവർക്കും പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാർത്തിക്ക് അതൊരു വിഷയമല്ലല്ലോ. എന്നാലും ആ സ്ത്രീത്തെന്താ പിന്നെ അവൾക്ക് പിറകെന്നാ. പാർത്തി പറഞ്ഞെല്ലാം കേട്ട് സംശയത്തോടെ കാര്യം ചോദിച്ച പ്രണവാണ്. എന്തിനാണെങ്കിലും പുറകെ വന്നതിന് അവന്റെ കവിളടിച്ചെന്റെ പെണ്ണൊന്ന് പൊട്ടിച്ചിട്ടുണ്ടെന്നുള്ള നേരാ. ചിരിയോടെ പാർത്തി പറഞ്ഞു, അത് നിനക്കെങ്ങനെ അറിയാമെന്ന് മിഥുൻ. താടിയുണ്ടായിട്ട് അവന്റെ കവിൾ നല്ലൊരെണ്ണം കിട്ടിയ പോലെ തിണർത്തി കിടക്കുന്ന പാർത്തി ശ്രദ്ധിച്ചിരുന്നു. അവളുടെ അടുത്തുനിന്ന് അടി കിട്ടുന്ന വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരടിയും കൊണ്ട് മാത്രം അവനങ്ങ് പോകുമോ? പ്രണവ് ഒന്ന് ഗൗരവത്തോടെ മൂളിക്കൊണ്ട് ചോദിക്കുമ്പോ, പോവണ്ട, അവൻ വരട്ടെ, ഇനി വരുമ്പോ നല്ലൊരു സ്വീകരണം ഞാൻ കൊടുത്തോളാം. പാർത്തി പല്ലടിച്ചിരിച്ച് പറഞ്ഞു നിർത്തി. ബാക്കി രണ്ടെണ്ണവും നമുക്ക് നോക്കാമെന്ന മട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്തൊക്കെയോ അവർ സംസാരിച്ചിരിക്കുമ്പോൾ അവിടെ മുറ്റത്തേക്ക് എന്തോ എടുക്കാനിറങ്ങിയ പെണ്ണിനെ പാർത്തി എത്തിച്ചു നോക്കി. ആൾ പക്ഷെ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറിപ്പോയി. ഒരു നിരാശയോടെ മുഖം തിരിക്കുമ്പോൾ മിഥുൻ അവിടെ ഇരുന്ന് കുലുങ്ങി ചിരിക്കുന്നുണ്ട്. എന്താണ് നിനക്ക്, പട്ടുപിടിച്ചോ? വെറുതെ ഇരുന്ന് ചിരിക്കുന്നു. പാർത്തിക്ക് മുന്നേ പ്രണവാണത് ചോദിച്ച്. അല്ല, ആ സ്ത്രീയത്തിന് കിട്ടിയ പോലെ ഇനി ഇവനൊരെണ്ണം എപ്പോഴാണ് അവളിൽ നിന്ന് കിട്ടാന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാ ഞാൻ. പറഞ്ഞു കഴിഞ്ഞ് അവൻ തിരിഞ്ഞിരുന്നു. പിന്നെയും കുലുങ്ങിച്ചിരിക്കുമ്പോൾ അടുത്ത നിമിഷം ആ ബാക്ക് നോക്കി ചവിട്ടുകൊടുത്തു പാർത്തി. മൂണുകുത്തി താഴെ വീണിട്ടോ മിഥുന്റെ ചിരിക്കൊരു മാറ്റവുമില്ല. എന്റെ ബൈക്കിന്റെ പുറകെളൊന്ന് കയറിന്റെ കുശുമ്പലട പട്ടി നിനക്ക്. അങ്ങനെ അവൾ ഇനി കയറണമെങ്കിൽ പോയി പറയണ അവളോട് ഡ്രൈവിംഗ് ഓടിക്കാൻ. ഒരു സെക്കൻഡ് വണ്ടി നമുക്ക് ഒപ്പിച്ചു കൊടുക്കാനാണോ പാട്? അലറിക്കൊണ്ട് പാർത്തി പറഞ്ഞിരുത്തുമ്പോൾ ഇതിപ്പോൾ അവനെ ചീത്ത പറഞ്ഞാണോ അതോ അവളോടുള്ള പ്രണയമൂത്തി ഇവന്റെ പിരികളകിയതാണെന്നറിയാതെ പ്രണവ് അവനെ നോക്കുമ്പോൾ മിഥുൻ അതൊരു നല്ല ഐഡിയ ആണെന്ന് പോലെ പാർത്തിയെ നോക്കി ചിരിച്ചു. പോയി പറഞ്ഞിട്ട് വളർത്തേണ്ടി ഇപ്പോഴോ? മിഥുൻ അന്തവിട്ട് അവനെ നോക്കി. പാർത്തി അവനെ പല്ലടിച്ച് നോക്കുമ്പോൾ പറയാമെന്ന മട്ടിൽ തലയാട്ടി അവൻ അവിടുന്ന് എഴുന്നേറ്റ് തിങ്കളുടെ വീടിന് നേർക്ക് നടന്നു. സമയം ഒരു 7:30 അടുക്കുന്നുള്ളൂ. കാമുകിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ എന്താവനും ശുഷ്കാന്തി. ആ പൊട്ടം പറഞ്ഞ അവൾ പഠിക്കാൻ പോകുന്ന എനിക്കെന്താണ് ഇത്ര ഉറപ്പ്? പ്രണവ് കാര്യമായി തന്നെ ചോദിക്കുമ്പോൾ അവൻ സമ്മതിപ്പിച്ചോളുമെന്ന് പറഞ്ഞ് പ്രണവിന്റെ കഴുത്തിലൂടെ കൈയിട്ട് തോളിലേക്ക് ചാരിക്കിടന്നവൻ അപ്പുറം മിഥുനിന്റെ വിളിയിൽ അവൾ പുറത്തേക്ക് ഇറങ്ങി വരാൻ കാത്തിരുന്നു. തിങ്കള്! മിഥുന്റെ വിളി കേട്ട് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് തിങ്കൾ. കാര്യം എന്താണെന്ന പോലെ അവളവൻ നോക്കി. കുറച്ച് വെള്ളം താടി. അപേക്ഷ പോലെയുള്ള അവന്റെ സ്വരത്തിലൊന്ന് മൂളിക്കൊണ്ട് പെണ്ണകത്തേക്ക് തന്നെ കയറി പോകുമ്പോൾ അപ്പുറം ഗ്രൗണ്ടിൽ ഇരിക്കുന്നവരിലേക്കും അവളുടെ നോട്ടം ചെറുതായിട്ടൊന്ന് എത്തിയിരുന്നു. സ്ത്രീയത്തിൽ നിന്ന് പതിയിലും വൈകിയാണ് വീട്ടിലേക്ക് എത്തിയത്. അതും വല്ലാത്തൊരു കോലത്തിൽ. തിങ്കളിൽ നിന്ന് കിട്ടിയ അടിയേക്കാൾ പാർത്തിയുടെ കൂടെയുള്ള അവളുടെ ആ പോക്ക് അവന് അത്രയും ചൂട് പിടിപ്പിച്ചിരുന്നു. അതാണ് മൂക്കറ്റം കുടിച്ച് അവൻ വീട്ടിലേക്ക് വന്ന് കയറിയത്. എന്നാലും കുടിച്ചതിന്റെ വലിയ ആട്ടമൊന്നും അവനില്ല. കുടിച്ച് അത്രയും ശീലമായതുകൊണ്ട് തന്നെ കപ്പാസിറ്റി ഒരുപാട് കൂടിയിട്ടുണ്ട് അവന്. സാധാരണ കുടിക്കുന്നതിനേക്കാളും കുറച്ചധികം കുടിച്ചാലേ പിന്നെ അവനൊന്ന് കുഴഞ്ഞു വീഴുകയുള്ളൂ. അതവന്റെ ശരീരത്തിന്റെ പവറല്ല, ശരീരത്തിനുള്ളിൽ അവയവങ്ങൾ ഏകദേശം പണി നിർത്താറാവുന്നതിന്റെ സൂചനയാണെന്നൊന്നും ശ്രീത്ത് മനസ്സിലാക്കുന്നുമില്ല. മുൻവാതിൽ കടന്ന് അവൻ അകത്തേക്ക് കയറുമ്പോൾ അർച്ചന മോള് ഹാളിൽ നിന്ന് പടം വരയ്ക്കുന്നുണ്ട്. അർച്ചന, പോയി കിടന്നേ, നീ മതി വരയൊക്കെ പറഞ്ഞുകൊണ്ട് താരാളിലേക്ക് വരുമ്പോൾ തന്നെ ശ്രീത്തിനെ കണ്ട് അവൾ നിന്നു. മോളും അവനെ തലയുയർത്തി നോക്കുമ്പോൾ അവന്റെ നോട്ടം കുഞ്ഞിലാണ്. ആദ്യം കാണും പോലെ കൊച്ചിന്റെ മുഖത്തേക്ക് അവൻ കണ്ണെടുക്കാതെ കുറച്ചു നേരം നോക്കി. ആ കുഞ്ഞിക്കടുങ്കാപ്പി കണ്ണുകളിൽ അവന്റെ നോട്ടം തറഞ്ഞു നിന്നു. കുഞ്ഞിന്റെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നവൻ കൊച്ചിന്റെ കവിളിൽ പിടിമുറുക്കി. മുഖം താഴ്ത്തി ആ കണ്ണുകളിലേക്കൊന്ന് മുത്താൻ അവൻ അടുക്കുമ്പോൾ, അയ്യേ, അച്ഛന് പൊട്ടമാടാ, എനിക്ക് ഇഷ്ടമല്ല. കുഞ്ഞു ഞൊടിയിടയിൽ അവന്റെ കയ്യിൽ നിന്ന് കുതിരി നീങ്ങി ബുക്കുമെടുത്ത് മുറിയിൽ നിന്നിറങ്ങി വന്ന ശ്രീപ്രിയയുടെ അടുത്തേക്ക് ഓടി. എന്നും ശ്രീപ്രിയയുടെ കൂടെ തന്നെയാണ് മോൾ കിടക്കുക. ഏട്ടനെ നോക്കി പേടിപ്പിച്ച് പ്രിയയും അർച്ചനും കൂടെ കയ്യും പിടിച്ച് മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഭാമിനിയും ദിനേശനും അന്നേരം തന്നെ അവരുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. മകന്റെ കോലമൊന്നും നോക്കി അവരൊന്നും മിണ്ടാതെ തന്നെയാണ് നിൽക്കുന്നത്.
അല്ലെങ്കിൽ അവനോട് മിണ്ടാനും ശാസിക്കാനുള്ള അധികാരം അവരിൽ നിന്ന് കൈമോശം വന്നിരിക്കുന്നു. ഒരു നിശ്വാസത്തോടെ മുൻവാതിലടച്ച് അവർ മുറിയിലേക്ക് തന്നെ പോയി. ശ്രീത്വം നാടി അവന്റെ റൂമിലേക്ക് നടക്കുമ്പോൾ കഴിക്കാൻ എടുക്കട്ടെ എന്ന് താര ചോദിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചു അത്രമാത്രം പറഞ്ഞ് അവനങ്ങ് പോകുമ്പോൾ താര അടുക്കളയിൽ ചെന്നെല്ലാം എടുത്ത് ഒതുക്കി വെച്ച് കിടക്കാൻ മുറിയിലേക്ക് തന്നെ നടന്നു. ചാരിയിട്ട വാതിൽ തുറന്നവൾ അകത്തേക്ക് കയറുമ്പോൾ ശ്രീത്താകെ ദേഹത്തുള്ള ആ കായുകൊണ്ട് മുറുക്കിയെടുത്ത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. പഴയ ഭംഗിയൊന്നും പോയിട്ടില്ലെങ്കിലും പഴയതിലും ക്ഷീണിച്ചിട്ടുണ്ട് ജിത്തുവേട്ടൻ. കുടിച്ചതിന്റെ എഫക്റ്റില് ഇപ്പോഴും കലങ്ങി ചുവന്നിരിക്കുന്ന കണ്ണുകളിലേക്ക് പരിഭവത്തോടെ നോക്കിയവൾ അവനടുത്തേക്ക് ചെന്നു. ഒരുപാട് ഇങ്ങനെ കുടിക്കലിന് ജിത്തുവേട്ടാ. സ്നേഹത്തോടെ അവന്റെ നെഞ്ചിൽ അവൾ കൈവച്ചതും മുഖമുയർത്തി നോക്കിയാൽ അവൾ വരിഞ്ഞു മുറുക്കി പിടിച്ച് അവളുടെ ചുണ്ടുകൾ കടിച്ചു വലിച്ചു. ആദ്യം ഒന്ന് ഞെട്ടിപ്പിടഞ്ഞു പോയെങ്കിലും പിന്നെ താര അവനോട് സഹകരിച്ചു. വീണ്ടും അവളെ ചുംബിച്ച് അവൻ അവളിലേക്ക് പറന്നു കയറാൻ തയ്യാറെടുക്കുമ്പോൾ അവന്റെ അകക്കണ്ണിൽ അപ്പോഴും ഇന്ന് കണ്ടവളുടെ രൂപമായിരുന്നു നിറഞ്ഞിരുന്നത് തിങ്കളിന്റെ. മിഥുൻ തിങ്കളിനടുത്തേക്ക് പോയ കാര്യം നടന്നു. ആദ്യം അവളുടെ ജോലി എങ്ങനെയൊക്കെ അന്വേഷിച്ച് അവൻ നൈസായിട്ട് കാര്യം അവതരിപ്പിച്ച് അവളോട്, നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും നീ തന്നെയല്ലേ ഓടുന്നത്, അപ്പൊ പിന്നെ ഡ്രൈവിംഗ് പഠിച്ചൊരു വണ്ടി എടുക്കുന്ന എന്തുകൊണ്ട് നിനക്ക് ഗുണമേ ഉള്ളൂ എന്നാ പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കാൻ തിങ്കളും അധികം സമയമൊന്നും എടുത്തില്ല. പോവാൻ അവൾക്ക് നല്ല ആഗ്രഹം തോന്നി. അതിനൊപ്പം തനിക്ക് എന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ലല്ലോ എന്നും ചിന്തിച്ചു പോയവൾ. പ്രണവിന്റെ അനിയത്തി പാർവതി ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നുണ്ട്. ടൗണിലുള്ള പ്രിയദർശിനി ഡ്രൈവിംഗ് സ്കൂളിലാണ് അവൾ പോകുന്നത്. തിങ്കളിനും അറിയാം ആ ഡ്രൈവിംഗ് സ്കൂള്. അവള് ജയിലിൽ പോകും മുന്നേ തന്നെ ഈ നാട്ടിൽ പ്രവർത്തിച്ച് തുടങ്ങിയതാണത്. ഇപ്പോഴത്തെ ഡ്രൈവിംഗിന്റെ ഫീസും കാര്യങ്ങളും മിഥുൻ തന്നെയാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തത്. കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടി എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അവൻ സംസാരിച്ചു. സെക്കൻഡ് ഹാൻഡ് ആയാലും നല്ലവണ്ണം നോക്കാലോ നോക്ക്. അങ്ങനെ പ്രിയദർശിനി ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്ന് തിങ്കള്. 2 വീലറും 4 വീലറും ഒരുമിച്ചെടുക്കാൻ തന്നെയാണ് അവളുടെ തീരുമാനം. പാർവതിയും ക്ലാസ്സിന് പോയി തുടങ്ങിയിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. ആഴ്ചയിൽ 3 ദിവസമാണ് ക്ലാസ്, ചൊവ്വയും വ്യാഴവും ശനിയും. ജോലി കഴിഞ്ഞിട്ടാണ് തിങ്കൾ ക്ലാസ്സിന് പോവുക. അങ്ങനെ ആകുമ്പോഴേക്കും ഡ്രൈവിംഗ് സ്കൂളിന്റെ കാറ് അവരുടെ ഫാക്ടറിയുടെ മുമ്പിലേക്ക് കൊണ്ടു നിർത്തും. തിങ്കൾ അവിടെ നിന്നാണ് കയറുന്നത്. പാർവതി അമ്പലത്തിന്റെ അവിടെ നിന്ന് കയറും. 1.5 മണിക്കൂറാണ് ക്ലാസ്. 2 ക്ലാസ്സിന് പോയപ്പോഴേക്കും പാർവതിയുമായി ഒരു പരിചയമായി കഴിഞ്ഞ തിങ്കൾ. പണ്ട് കണ്ടിട്ടുണ്ടെങ്കിലും അവളോട് സംസാരിക്കുന്നൊക്കെ ഇപ്പോഴാണ്. പ്രണവിനെ പോലെ അല്ല പാർവതി. ചാന്ദ്രനൊക്കെ പോലെ പെട്ടെന്ന് ഇടിച്ചു കയറി മിണ്ടുന്ന സ്വഭാവമായതുകൊണ്ട് തിങ്കളോട് അടുക്കാൻ അവൾക്ക് പെട്ടെന്ന് പറ്റിയെന്ന് തന്നെ പറയാം. ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞ് ഇരുവരും ടൗണിൽ നിന്ന് തിരിച്ചു വരുന്ന ബസ്സിനായിരിക്കും. ആദ്യം കാർ കഴിഞ്ഞിട്ടാണ് 2 വീലർ പഠിക്കുക. അതിനുള്ള സൗകര്യം അവിടെ ടൗണിലെ ഗ്രൗണ്ടിലായതുകൊണ്ടാണ് തിരിച്ച് ബസ്സിന് വരേണ്ടി വരുന്നത്. അപ്പോഴേക്കും ആകെ ഇരുട്ടും പടർന്ന് കാണും. ഈ ഭാഗത്ത് നിന്നപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് ഇവർ 2 പേരും മാത്രമേ ഉള്ളൂ. അമ്പലത്തിനടുത്തുള്ള സ്റ്റോപ്പിലാണ് ബസ് നിർത്തുക. അവർ വരുന്ന സമയം ആൽത്തറയിൽ മിഥുനും പ്രണവും പാർത്തിയും ഉണ്ടാവും. ഇവർ വരുന്ന സമയം നോക്കി ഗ്രൗണ്ടിലെ കളിയും കഴിഞ്ഞ് ഇങ്ങോട്ട് നടക്കുന്നതാണ് അവര്. പ്രണവ് പാർവതിയെയും കൂട്ടി പോകുമ്പോൾ മിഥുൻ അവന്റെ വീട്ടിലേക്ക് പോകും. പാർത്തി തിങ്കളിന്റെ പുറകെയും. ആദ്യ ദിവസം തന്നെ ഇവന്റെ ഈ വരവിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാമെന്ന് പറഞ്ഞ് പെണ്ണൊന്ന് ഒച്ചയെടുത്തു. നീ ഒറ്റയ്ക്ക് പോയിക്കോ, ഞാൻ പറഞ്ഞു പോകണ്ടാന്ന്. നീ പോകുന്നുണ്ടെന്ന് വെച്ച് എനിക്ക് എന്റെ വീട്ടിൽ പോകണ്ടേ? ഇതല്ല എന്റെ വീട്ടിലേക്ക് വേറെ വഴിയൊന്നുമില്ല പോവാൻ എന്നവൻ പറയുമ്പോൾ തിങ്കളിന്റെ വാസോയം അടഞ്ഞു പോയിരുന്നു. ഒരു പുതുവത്സരം കൂടെ പിറക്കാൻ പോവുകയാണ്. ന്യൂ ഇയർ ആഘോഷം തിങ്കളിന്റെ വീടിന് മുമ്പിലുള്ള ഈ ഗ്രൗണ്ടിലാണ് നടത്തുക. നോൺ വെജും മറ്റു ആഘോഷത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് അമ്പലത്തിന്റെ അവിടെയുള്ള ഗ്രൗണ്ടിനേക്കാളും ഇവിടെ തന്നെയാണല്ലോ ബെറ്റർ. 8 മണിയാകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യുമല്ല. ഡാൻസും പാട്ടും DJയും ഫുഡിങ്ങും ഫയർ വർക്ക്സും എല്ലാമായി പുതിയ വർഷത്തെ എല്ലാവരും ആഘോഷപൂർവ്വം വരവേൽക്കും. എല്ലാ കൊല്ലവും ഇതിനുവേണ്ടി വൈൻ റെഡിയാക്കി കൊടുക്കുന്ന ചാന്ദിനിയാണ്. കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം ആ കേക്കിന്റെ ഓർഡർ കിട്ടിയത് തിങ്കളിനാണ്. അന്ന് ട്രെയിനിൽ വെച്ച് അവളുണ്ടാക്കിയ ടീ കേക്ക് അടിപൊളിയായിരുന്നല്ലോ. അതുകൊണ്ട് ചാന്ദിനിയോട് പറഞ്ഞ് ഏൽപ്പിച്ച് പാർത്തി കേക്ക് അവളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാൻ. കൂടെ മിഥുനെയും വിട്ടു. താൻ പറഞ്ഞാൽ കേൾക്കാനാണല്ലോ അവൾക്ക് പാട്. പക്ഷേ തിങ്കളിന് ഇതിൽ ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. കാരണം നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കും പോലെ അല്ലല്ലോ മറ്റുള്ളവർക്ക് റെഡിയാക്കി കൊടുക്കുന്നത്. അത് ന്യൂ ഇയർ ആഘോഷമാകുമ്പോൾ ഈ നാട്ടിൽ പങ്കെടുക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും അളവിൽ കേക്ക് ഉണ്ടാക്കാന്ന് വെച്ചാൽ അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും അവൾക്ക് ഇല്ലല്ലോ. അവസരങ്ങളൊന്നും എപ്പോഴും തേടി വരില്ലെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാമേ. അല്ലെങ്കിൽ വേണ്ട, വലിയ ആത്മവിശ്വാസവും ധൈര്യവും പുറത്തെടുത്ത് കാണിച്ചിട്ട് അകത്താതൊന്നില്ലെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. പാർട്ടിയുടെ ഒരു ഡയലോഗ്, ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. തിങ്കൾ ഞാൻ ഉണ്ടാക്കാമെന്ന് സമ്മതിച്ചു. ചാന്ദിനി അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞോടെ അവൾക്ക് കോൺഫിഡൻസ് അത്രയും കൂടിയെന്നും പറയാം. അതിന് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ അവൾക്കൊപ്പം ചാന്ദിനിയും വന്നു. അവരുടെ വീട്ടിൽ വെച്ചാണ് കേക്ക് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച്. തിങ്കളുടെ അടുക്കൽ അത്രയും സൗകര്യമില്ലല്ലോ. അവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. കൂടാതെ ഓവനൊക്കെ അവിടുത്തെ കിച്ചണിൽ ഉണ്ട് താനും. തിങ്കളെ എല്ലാം റെഡിയായില്ലടി വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി വന്ന മിഥുൻ റെഡിയായിടാ എന്ന് പറഞ്ഞ് മറുപടി കൊടുത്ത ചാന്ദിനിയാണ്. അതെ, എന്തെങ്കിലും വേസ്റ്റ് ആയതുണ്ടെങ്കിൽ തന്നോളൂ കേട്ടോ, ഞങ്ങൾ തിന്ന് സഹായിക്കാം. അവന്റെ കൂടെ തന്നെ വന്ന സൂരജാണ് പറഞ്ഞത്. അപ്പോഴേക്കും പാർത്തിയും പ്രണവും ആകാശവും അവർക്ക് പുറകെ തന്നെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്.
ആഘോഷം ഗ്രൗണ്ടിലായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മുതൽ എല്ലാവരും ഇവിടെ തന്നെയാണ്. ടീ കേക്ക് തന്നെയാണ് ഉണ്ടാക്കിയത്. എല്ലാ പ്രാവശ്യവും പ്ലം കേക്കാണ് ന്യൂ ഇയറിന് റെഡിയാക്കുക. ഇപ്രാവശ്യം അത് മാറ്റി പിടിച്ചു. ക്രിസ്മസിന് പ്ലം കേക്ക് എല്ലാവരും കഴിക്കുന്നല്ലേ, ന്യൂ ഇയറിന് ടീ ആവട്ടെ. കേക്ക് ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇവർക്കിപ്പോൾ ടേസ്റ്റ് നോക്കാൻ കൊടുക്കാൻ അത് മതി. തിങ്കൾ കേക്ക് ഒരെണ്ണം എടുത്ത് ചാന്ദിനിയുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഓരോ പീസായി ചാന്ദിനി അത് കട്ട് ചെയ്ത് തുടങ്ങി. ബാക്കിയുള്ള 4 എണ്ണവും അന്ന് ടേസ്റ്റ് നോക്കാനുള്ള ത്വരയോടെ ചാന്ദിനിക്ക് ചുറ്റും നിൽക്കുമ്പോൾ പാർത്തി തിങ്കളുടെ നോക്കി നിൽപ്പാണ്. തന്റെ വീട്ടിൽ തന്റെ അടുക്കളയിൽ തന്റെ അമ്മയുടെ കൂടെ വീട്ടുകാരിയെ പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചെക്കൻ്റെ ഉള്ളെന്നറിയാൻ വേറെ എന്ത് വേണം? അത് പോരെ മച്ചാനേ. അവളെ ഒന്ന് പിന്നിലൂടെ ചെന്ന് പുണരാനുള്ള കൊതി അടക്കി പിടിച്ചുകൊണ്ട് പാർത്തി തലയൊന്ന് ചിരിക്കുമ്പോൾ അപ്പുറത്ത് മുറിച്ച കേക്ക് ആക്രമിച്ച് തുടങ്ങിയിട്ടുണ്ടല്ല. എന്റെ തിങ്കള്, ഇത് നീ അന്ന് ഉണ്ടായിക്കൊണ്ടുവന്നതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ടടി, അത്രക്കുണ്ട് ടേസ്റ്റ്. മിഥുൻ ആസ്വദിച്ച് കഴിച്ച് പറയുന്നേരം ബാക്കിയുള്ളവരുടെ അഭിപ്രായവും അത് തന്നെയായിരുന്നു. എല്ലാവരുടെ മുഖത്തേക്ക് പോകും പോലെ പാർത്തിയുടെ അടുത്തേക്ക് അവിടെ കണ്ണെന്ന് പോയി. അവനും അപ്പോഴേക്കും കേക്ക് എടുത്ത് കഴിച്ചിരുന്നു. കേക്ക് ഇഷ്ടമായി എന്ന് അവന്റെ മുഖത്തുണ്ട്. അവന്റെ അഭിപ്രായം എപ്പോഴും അവളെ നോക്കുമ്പോഴുള്ള ഒരു ചിരിയായി ഇപ്പോൾ വരുമെന്ന് ഉറപ്പിച്ചു നിൽക്കുമ്പോൾ ചിരിയായി അല്ല അത് ഇപ്രാവശ്യം വന്നത്. ചുണ്ടൊന്ന് കൂർപ്പിച്ച് അതൊരു ഉമ്മയായവൻ പറത്തിവിടുമ്പോൾ പെണ്ണിന്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. പക്ഷേ അത് നാണം കൊണ്ടല്ലെന്ന് മാത്രം. തിങ്കളെ, ഒരുങ്ങിക്കഴിഞ്ഞ മോളെ? പുറത്തു നിന്ന് ചാന്ദിനിയുടെ വിളിയേട്ട് കഴിഞ്ഞു എന്ന് അവൾ തിരിച്ചു മറുപടി കൊടുത്തു. അപ്പോഴേക്കും പ്രവീണയും പാർവതിയും ചാന്ദിനിക്കൊപ്പം അവളുടെ വീടിന്റെ ഉമ്മറത്തേക്ക് കയറിയിരുന്നു. കട്ടിൽ കിടക്കുന്ന ഫോൺ എടുത്ത് മുറിയുടെ വാതിലൊന്ന് ചാരി തിങ്കൾ പുറത്തേക്ക് ഇറങ്ങി. മുൻവാതിൽ അടച്ചു പൂട്ടിയവൾ തിരിയുമ്പോൾ വിടർന്നുപോയ കണ്ണുകളോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് മൂവരും. മിഡ് നൈറ്റ് ബ്ലൂ കളറിൽ വരുന്ന സ്ലീവ്ലെസ് ഐലൈൻ കൂർത്ത സെറ്റാണ് തിങ്കളിന്റെ വേഷം. അഴിച്ചിട്ടിരിക്കുന്ന അവളുടെ സിൽക്ക് പോലെയുള്ള മുടി അരയോളം നീളത്തിൽ ഓളങ്ങൾ തീർത്ത് ഒഴുകി കിടക്കുന്നു. കാതിൽ നീളത്തിലുള്ള മെറ്റൽ ഹാങ്ങിങ് കമ്മൽ പെണ്ണിന്റെ കവിളിലും താളമിടുന്നുണ്ട്. അവളെ ഏത് വേഷത്തിൽ വന്നാലും ആ വേഷത്തിന് പോലെ ഒരു ഭംഗിയുണ്ടെന്ന് തോന്നി ചാന്ദിനിക്ക് ആ സമയം. പാർവതി പോയി തിങ്കളിന്റെ കയ്യിൽ പിടിച്ച് അടിപൊളിയായിട്ടുണ്ട് ചേച്ചി എന്ന് പറയുമ്പോൾ തിങ്കൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. ഗ്രൗണ്ടിലെ സ്പീക്കറിൽ നിന്ന് വലിയ ശബ്ദത്തിൽ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പരിപാടിക്ക് 8 മണി തൊട്ട് തന്നെ ആളുകൾ വന്നു തുടങ്ങി. ഏകദേശം ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞു. അമ്പലത്തിന് തെക്ക് പടിഞ്ഞാറ് വശത്തുള്ളവരാണ് കൂടുതൽ ഇങ്ങോട്ടുള്ളത്. പ്രണവിന്റെയും സൂരജിന്റെയും വീട് അമ്പലത്തിന്റെ കിഴക്ക് വശത്താണ്. അവർക്ക് ആ വശത്ത് വേറെ ന്യൂ ഇയർ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവരുടെ ഫാമിലി അങ്ങോട്ടാണ് പോയതെങ്കിലും പക്ഷേ യവന്മാർ ഇവിടെ തന്നെയാണ്. പാർത്തിയും മിഥുനും പ്രണവൊക്കെ ഇവിടെയല്ലേ. ഗ്രൗണ്ടിൽ സ്റ്റേജ് ആയിട്ടൊന്നും കെട്ടിയിട്ടില്ല. എല്ലാവർക്കും വട്ടത്തിലിരിക്കാനുള്ള സൗകര്യം ഒരുക്കിയാണ് ചെയറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നടക്കായിട്ടുള്ള അത്യാവശ്യം സ്ഥലത്ത് ഡാൻസും പാട്ടും ഒക്കെ ആർക്ക് വേണമെങ്കിലും കയറി ചെയ്യാം. ഇനി DJ ഒക്കെ വെക്കുമ്പോഴും എല്ലാവരും ഒരുമിച്ച് പോയി തുള്ളി തിമിർക്കാം. ഒരുപാട് അലങ്കാരങ്ങളൊന്നും ഗ്രൗണ്ടിൽ ചെയ്തിട്ടില്ല. ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. പാട്ടിന്റെ സ്പീക്കറും മൈക്കും മറ്റൊരു വശത്തുണ്ട്. പിന്നെ ഫുഡ് സ്റ്റോളാണ്. അതിന്റെ കൂടെ വെള്ളമടി സെറ്റപ്പ് അപ്പുറത്ത് തന്നെയുണ്ട്. പിരിവ് നടത്തി ചെയ്യുന്ന പരിപാടിയാണിതെന്ന് പറയാൻ പറ്റില്ല. ഓരോ ഫാമിലിയും അവരുടെ പങ്ക് കൊടുത്ത് എല്ലാവരുടെയും കൂടെ സഹകരണത്തിൽ ഒരുമിച്ച് നടത്തുന്ന പരിപാടി. ആരെയുടെ കാഴ്ചക്കാരല്ല, എല്ലാവരും എല്ലാത്തിനും ഉൾപ്പെടുന്ന ആഘോഷം. ഒരുപാട് നാളായിട്ടില്ല ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷം തുടങ്ങിയിട്ട്. ഈ ഗ്രൗണ്ടിൽ 4ാമത്തെ ന്യൂ ഇയർ ആഘോഷമാണ്. ഗേറ്റ് മടച്ച് ആ കുഞ്ഞി പോക്കറ്റ് റോഡ് ക്രോസ് ചെയ്ത് ചാന്ദിനിക്കും പ്രവീണയ്ക്കും പാർവതിക്കും ഒപ്പം തിങ്കളും പകൽ പോലെ വെളിച്ചു നിറഞ്ഞ ഗ്രൗണ്ടിലേക്ക് നടന്നിരുന്നു. സ്പീക്കറിൽ നിന്നുള്ള പാട്ടിന്റെ ശബ്ദം ഒന്നുകൂടെ കൂടി. ഡാ അങ്ങോട്ട് നോക്കി. പാർത്തിയുടെ തോളിൽ ആകാശം ഒന്ന് തട്ടി തിരിഞ്ഞു നോക്കാൻ പറഞ്ഞവൻ ചെക്കൻ തിരിഞ്ഞു. പാർത്തി കണ്ണ് രണ്ട് ഒരിക്കൽ കൂടെ അടച്ചു തുറക്കുമ്പോൾ കാതിലൂടെ ഒഴുകുന്ന സംഗീതം തന്റെ മനസ്സാണെന്ന് ഉറപ്പിച്ചു അവൻ. ആ ഒഴുകി വരുന്ന അവന്റെ മാത്രം നിലാവിൽ പാർത്തി അങ്ങനെ ലയിച്ച് നിൽക്കുമ്പോൾ തിങ്കളിന്റെ മിഴികൾ അവനിൽ നിമിഷം പതിഞ്ഞുവോ. പക്ഷേ ആ ഒരു നിമിഷം മാത്രം അവൾ നോക്കിയുള്ളൂ. വൈറ്റ് കളർ ഷർട്ടും ഗ്രേ കളർ പാൻസുമാണ് അവന്റെ വേഷം. പാന്റിന്റെ പോക്കറ്റിൽ ഇടത് കൈ ഒളിപ്പിച്ചു വെച്ചവന്റെ ഇമകൾ പോലും സിമ്മാതെയുള്ള നോട്ടുവാ നിൽപ്പും ചുണ്ടിലെ ചിരിയും തിങ്കൾ ഞൊടിയിടയിൽ അവനിൽ നിന്ന് മുഖം തിരിച്ചു. ശ്രീത്തിന്റെ വീട്ടിൽ നിന്ന് താരയും പ്രിയയും അർച്ചനമോളും മാത്രമേ വന്നിട്ടുള്ളൂ. ഭാമിനിയും ദിനേശനും വന്നിട്ടില്ല. ശ്രീത്ത് പിന്നെ ജയരാജന്റെ കൂടെ പോയതുകൊണ്ട് ഈ നാട്ടിലേ ഇല്ല. കപ്രാണ്ടി ഫാക്ടറിയിലും ആഴ്ചയിൽ ഒരിക്കലൊക്കെ അവനെ കണ്ടാലായി എന്നേ ഉള്ളൂ. ജയരാജന്റെ ഡ്രൈവർ ആയതുകൊണ്ട് അയാൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ അവനും പോവണ്ടേ. ജയരാജൻ ഇപ്പോൾ ഓഫീസിൽ വന്നാലും ശ്രീത്വം അങ്ങനെ അകത്തേക്ക് കയറി വരാറുമില്ല. അതുകൊണ്ട് അന്നത്തെ സമ്പത്തിന് ശേഷം തിങ്കൾ അവനെ വിരലെണ്ണാവുന്നത്രയൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ കണ്ടാൽ തന്നെ അവനായിട്ട് അടുത്തേക്ക് വന്നിട്ടില്ല. തിങ്കളാണെങ്കിൽ അവനെന്നുള്ള ആളവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ശ്രദ്ധിക്കാറില്ല. ചാന്ദിനിയെ കണ്ട് പ്രിയ അർച്ചന മോളെയും കൊണ്ട് അവർക്കടുത്തേക്ക് വരുമ്പോൾ തിങ്കളിലേക്ക് എത്തിയിരുന്ന അവളുടെ നോട്ടം പ്രിയയുടെ മാത്രമല്ല, തിങ്കൾ അങ്ങോട്ട് കയറി വന്നപ്പോഴേ അവിടെയുള്ള മിക്കവരുടെയും കണ്ണ് അവളിൽ തന്നെയാണ്. അന്തസ്സുള്ള ജോലി ചെയ്ത് അവൾ ജീവിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ചിലർക്കൊക്കെ കണ്ണേടി തുടങ്ങിയിരുന്നു. ആരും ഉദ്ദേശിച്ച പോലെ നല്ല അവളുടെ പോക്ക്. അതുകൊണ്ട് ആ മാറ്റം അംഗീകരിക്കാൻ പറ്റാത്തവർ രസമുള്ള പലതും പറഞ്ഞടക്കുന്നുണ്ട്. അതിലൊന്നായി പാർത്തിയുമുണ്ട്.
ആളുടെ ഓഫീസിലെ പലരുമുണ്ട്. ഇപ്പതേ വന്നിരിക്കുന്ന കോലം നോക്ക്. കയ്യില്ലാത്തൊരു ചുരിദാറും ഇട്ടത്, അതും ഇത്രയും ആണുങ്ങളുടെ മുമ്പിൽ. അയ്യേ മോശം, ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ പെണ്ണിന്. അപ്പൊ പിന്നെ എന്തോ ആവാലോ. അവിടെ അത്യാവശ്യം പ്രായമായ ചില അമ്മൂമാരുടെയും അമ്മമാരുടെയും ഉള്ളിലൂടെയാണ് ഇത്തരം ചിന്തകളൊക്കെ കടന്നുപോയത്. മറ്റു ചിലരൊക്കെ ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഈ നാട്ടിൽ ഉപയോഗിക്കുന്നില്ലെങ്കിലും അവരെല്ലാം ഈ ചെറുവത്തേരി വിട്ട് പുറലോകം കണ്ടവരായതുകൊണ്ട് അവർക്ക് ആ ഡ്രസ്സിന് യാതൊരു കുഴപ്പമുള്ളതായി തോന്നിയില്ലെന്ന് മാത്രമല്ല, ആളുടെ ഭംഗി കണ്ട് കുറച്ചു നേരം നോക്കി നിന്നുപോയി. ആ ഭംഗിയിൽ പലർക്കും കുശുമ്പിങ്ങനെ മുളപൊട്ടി നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആയ കാലത്ത് മുണ്ടും വാരി ചുറ്റിയെടുത്ത് ഇറുകിയ ബ്ലൗസ് ഇട്ട് നടന്നവരുടെ ഒപ്പം കൂടി ആ പെൺകുട്ടിയെ വെറുപ്പോടെ നോക്കാൻ അവർക്കും വലിയ മടിയൊന്നുമില്ല. പക്ഷേ അവൾക്കടുത്തേക്ക് മിണ്ടാനും പറയാനും ആരും ചെന്നൊന്നുമില്ല. അതിനുള്ള ധൈര്യമില്ലെന്ന് പറയുന്നതാവും ശരി. പ്രിയക്ക് പക്ഷേ തിങ്കളിനോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവൾക്ക് ഇപ്പോൾ ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ആരാണ് ശരിക്കും കുറ്റക്കാരിയെന്ന്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.